നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചിരുന്നു. ഓക്കെ, ആ ഒബ്ജക്റ്റീവ്സിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റീവ്സ് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? അത് ഫങ്ഷൻസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് പറയുന്നുണ്ട്? ദ മെയിൻ ഫങ്ഷൻ ഓഫ് അർബൻ ബാങ്ക്സ് ഏതാണ്? അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. എന്താണ്? അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. മെമ്പേഴ്സിൽ നിന്നും നോൺ മെമ്പേഴ്സിൽ നിന്നും എന്ത് സ്വീകരിക്കുക? ഡെപ്പോസിറ്റ് സ്വീകരിക്കുക. അത് മാത്രമല്ല, എന്താണ് പറഞ്ഞത്? ആൻഡ് അഡ്വാൻസ് ലോൺസ് ടു മെമ്പേഴ്സ് ഫോർ യൂസ്ഫുൾ പർപ്പസ്. ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന മാത്രമല്ല, മെമ്പേഴ്സിന് എന്തുകൂടെ കൊടുക്കുന്നുണ്ട്? ലോൺ കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ നേരത്തെ പഠിച്ചാണ് എന്താണ്? ഓൾ ടൈപ്പ് ഓഫ് ബാങ്കിങ് ഫെസിലിറ്റീസ് ടു മെമ്പേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. എല്ലാ തരത്തിലുമുള്ള ബാങ്കിങ് സേവനങ്ങളും ആർക്ക് ചെയ്യുന്നുണ്ട്? മെമ്പേഴ്സിന് ചെയ്യുന്നുണ്ട്. അപ്പം അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു, ലോൺ കൊടുക്കുന്നു. ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ കസ്റ്റമർക്ക് എന്തൊക്കെ സേവനങ്ങളാണോ കൊടുക്കുന്നത് ആ സേവനങ്ങൾ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇവരുടെ മെമ്പേഴ്സിനും അതേപോലെ കസ്റ്റമേഴ്സിനും നൽകുന്നുണ്ട്. സെക്കൻഡ് മെയിൻ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. എന്താണ്? ടു ലെൻഡ് ടു മെമ്പേഴ്സ് ഫോർ യൂസ്ഫുൾ പർപ്പസ്. ആൻഡ് ഞാൻ പറഞ്ഞു മെമ്പേഴ്സിന് ലോൺ കൊടുക്കുന്നുണ്ട്, അതുകൂടാതെ നോൺ മെമ്പേഴ്സിന് ലോൺ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആക്ടിൽ പറയുന്നത് എങ്ങനെയാ പറഞ്ഞത്? ഡെപ്പോസിറ്റ് ക്യാൻ ബി റിസീവ്ഡ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്, ബട്ട് ലോൺ ഷുഡ് ബി പ്രൊവൈഡഡ് ഓൺലി ടു മെമ്പർ ആണ്. അപ്പൊ ചോദിക്കും, ഒരു നോൺ മെമ്പർക്ക് എങ്ങനെയാണ് ലോൺ കൊടുക്കുന്നത്? ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി, അല്ലെങ്കിൽ LIC പോളിസി, അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഏതൊക്കെ വെച്ചിട്ടാണ്? ഒന്നെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി വെച്ചോ, അല്ലെങ്കിൽ LIC പോളിസി വെച്ചോ, അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്തുകൊണ്ടോ ഒരു നോൺ മെമ്പർക്ക് എന്ത് കൊടുക്കാം? വായ്പ കൊടുക്കാം. അപ്പൊ പ്രധാനമായിട്ടും വായ്പ കൊടുക്കേണ്ടത് ആർക്കാണ്? മെമ്പേഴ്സിനാണ് വായ്പ കൊടുക്കേണ്ടത്. നോൺ മെമ്പേഴ്സിനും വായ്പ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡോക്യുമെന്റുകൾ വാങ്ങി വെച്ചുകൊണ്ട്. ഓക്കെ, ദ ലെൻഡിംഗ് പോളിസി ഓഫ് ആൻ അർബൻ ബാങ്ക്സ് ലേ ഡൗൺ ബൈ ഇറ്റ്സ് ബൈലോ. ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ വായ്പാ നയം ആരാ നിശ്ചയിക്കുന്നത്? ലേ ഡൗൺ ബൈ ഇറ്റ്സ് ബൈലോ. അതിന്റെ ബൈലോയിൽ, നിയമാവലിയിൽ പറയും ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ വായ്പാ നയം എന്താണ് എന്ന് എവിടെ പറഞ്ഞിരിക്കും? അതിന്റെ ബൈലോയിൽ പറയും. അപ്പൊ ഫങ്ഷൻസിൽ പറഞ്ഞ ഇത്രേ കാര്യങ്ങളുള്ളൂ. എന്താണ്? മെമ്പേഴ്സിനും നോൺ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, അവർക്ക് വായ്പ കൊടുക്കുക. നോൺ മെമ്പേഴ്സിന് വായ്പ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് സെക്യൂരിറ്റിയുടെ ബേസിലോ, LIC പോളിസിയുടെ ബേസിലോ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ബേസിലോ, അല്ലെങ്കിൽ എന്താണ് സാലറി സർട്ടിഫിക്കറ്റിന്റെ ബേസിലോ വേണം ഒരു നോൺ മെമ്പർക്ക് വായ്പ കൊടുക്കാൻ. ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ലെൻഡിംഗ് പോളിസി ആരും നിശ്ചയിക്കുന്ന പ്രകാരമായിരിക്കും? ഇറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ഇറ്റ്സ് ബൈലോ. എവിടെ പറഞ്ഞിരിക്കും? അവരുടെ നിയമാവലിയിൽ പറഞ്ഞിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടും റിസോഴ്സുകളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഷെയർ ക്യാപിറ്റൽ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഷെയർ ക്യാപിറ്റൽ. ബോറോയിങ്സ് ഫ്രം കേരള ബാങ്ക്. ഞാൻ പറഞ്ഞു കേരള ബാങ്കിലാണ് ഇവർ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബോറോയിങ്സ് ഫ്രം കേരള ബാങ്ക്. ഗവൺമെന്റ് ആൻഡ് അതർ അപ്രൂവ്ഡ് ഏജൻസീസ്. ഗവൺമെന്റ് എവിടെയാണ്? ഒന്ന് ഷെയർ ക്യാപിറ്റൽ, രണ്ട് ബോറോയിങ് ഫ്രം കേരള ബാങ്ക്, മൂന്ന് ഗവൺമെന്റ് ആൻഡ് അതർ അപ്രൂവ്ഡ് ഏജൻസിയുടെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യുന്നുണ്ട്. അൺഡിവൈഡഡ് പ്രോഫിറ്റ്, റിസർവ് സെറ്റ് അപ്പാർട്ട് ഫ്രം പ്രോഫിറ്റ്, ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത്? സോഴ്സ് ഓഫ് ഫണ്ട്. ഏതാണ് സോഴ്സ് ഓഫ് ഫണ്ട്? ഏതൊക്കെയാണ്? ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ബോറോയിങ്സ് ഫ്രം കേരള ബാങ്ക് ഉണ്ട്, ഗവൺമെന്റ് ആൻഡ് അതർ അപ്രൂവ്ഡ് ഏജൻസീസിന്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യുന്നുണ്ട്, അൺഡിവൈഡഡ് പ്രോഫിറ്റ് ഉണ്ട്, റിസർവ് സെറ്റ് അപ്പാർട്ട് ഫ്രം പ്രോഫിറ്റ്, പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്ന റിസർവ് നമുക്കറിയാലോ, റിസർവ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്, അതുണ്ട്, ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത്? സോഴ്സ് ഓഫ് ഫണ്ട്. ആരുടെ? അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ. ദെൻ അടുത്തത് UCB മെയിൻറ്റെയിൻ ഫുഡ് റിസോഴ്സ് ആസ് പെർ ഏതാണ്? റേറ്റ് സ്പെസിഫൈഡ് ബൈ RBI. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഫ്ലൂയിഡ് റിസോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഫ്ലൂയിഡ് റിസോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആസ് പെർ ദ റേറ്റ് സ്പെസിഫൈഡ് ബൈ RBI.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിശ്ചയിക്കുന്ന നിരക്കിൽ വേണം. ഏത് സെക്ഷൻ പ്രകാരം? അണ്ടർ സെക്ഷൻ 24 ഓഫ് BR ആക്ട്. അതാണ് SLR. അണ്ടർ സെക്ഷൻ 24 ഓഫ് BR ആക്ട്. BR ആക്ടിന്റെ സെക്ഷൻ 24 അനുസരിച്ച് വേണം ആര്? ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഫ്ലൂയിഡ് റിസോഴ്സ് അല്ലെങ്കിൽ ലിക്വിഡ് കവർ അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് SLR മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓക്കെ, ദെൻ അതുപോലെ നമുക്കറിയാം RBI ഹാസ് ദ പവർ ടു സൂപ്പർവൈസ് ആൻഡ് ഇൻസ്പെക്ട് UCB. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ സൂപ്പർവൈസ് ചെയ്യാനും അതേപോലെ തന്നെ ഇൻസ്പെക്ട് ചെയ്യാൻ അധികാരം ആർക്കുണ്ട്? RBI ക്കുണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കുണ്ട്. എന്തുകൊണ്ടാ? ബിക്കോസ് ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദ പെർവ്യൂ ഓഫ് BR ആക്ട് ആണ്. അപ്പം ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ഇൻസ്പെക്ഷൻ നടത്താനും ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ സൂപ്പർവൈസ് ചെയ്യാനും ആർക്ക് അധികാരമുണ്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കുണ്ട്, RBI ക്കുണ്ട്. ദെൻ നിലവില് കേരളത്തില് 58 UCB ഉണ്ട്. എത്രയുണ്ട്? 58 UCB ആണ് കേരളത്തിലുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. 58 UCB കേരളത്തിലുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണം, എന്താണ് ഈ UCBകളെല്ലാം കേരളത്തിൽ പ്രവർത്തിക്കുന്ന 58 UCBകൾ എന്താണ്? നോൺ ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. എന്താണ്? നോൺ ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. എന്താണ്? കേരളത്തിൽ പ്രവർത്തിക്കുന്ന 58 UCB എന്താണ്? നോൺ ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഇത് ഞാൻ എടുത്തു പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല, മുമ്പ് നമ്മുടെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദ നമ്പർ ഓഫ് ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള. കേരളത്തിലെ ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ എണ്ണം എത്രയാണ്? അപ്പൊ നിങ്ങൾ ഓർത്തു വെച്ചേക്കണം, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രൈമറി ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കും പ്രൈമറി നോൺ ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കും. അങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ടുണ്ട് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. നമ്മൾ കേരളത്തിൽ 58 UCB ഉണ്ടെങ്കിലും അതെല്ലാം എന്താണ്? നോൺ ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. നോൺ ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ദ നമ്പർ ഓഫ് ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള ഏതാണ്? നൺ ആണ്, ഇല്ല, നില്ലാണ്. ഒറ്റ ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കും കേരളത്തിലില്ല. കേരളത്തിലുള്ള ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെ ഒറ്റെണ്ണം പോലും ഇല്ല. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടെങ്കിലും അതെല്ലാം എന്താണ്? നോൺ ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അപ്പൊ നമ്പർ ഓഫ് ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള എന്ന് ചോദിച്ചാൽ നൺ അല്ലെങ്കിൽ നില്ലാണ് ആൻസർ. ഓർത്തു വെച്ചേക്കണം. ഓക്കെ, ദെൻ അടുത്തത് അത് തന്നെ നമ്മൾ പറഞ്ഞത്. ദ നമ്പർ ഓഫ് ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള എത്രയാണ്? നില്ലാണ്. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് നമ്മുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നോൺ ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് under the provision of section 18 of Banking Regulation Act 1949. ഏതാണ്? section 18 of Banking Regulation Act 1949 should maintain a sum equivalent to at least 4%, 4%, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4% CRR, ക്യാഷ് റിസർവ് റേഷ്യോ, CRR എന്ത് ചെയ്യണം? ഓഫ് ദെയർ total demand and time liabilities in India on day-to-day basis maintain ചെയ്യണം. എങ്ങനെയാണ്? on day-to-day basis maintain ചെയ്യണം. ആരാണ്? നോൺ ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. നമ്മുടെ എക്സാമിന് ചോദിച്ചാണ് എത്രയാണ്? 4% ഓഫ് ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റി. എന്താണ്? 4%. ഓർത്ത് വെച്ചാണ് 4% ഓഫ് നെറ്റ് എന്താണ്? ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റി എന്തായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം? CRR ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എവിടെയാണ്? ഇൻ ഇന്ത്യ. ഏതാ? ഓൺ ഡേ ടു ഡേ ബേസിസ്. മുമ്പ് എത്രയായിരുന്നു? 3% ഇത്. അത് പിന്നീട് 4 ഉയർത്തിയതാണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് 3% RBI ഗൈഡ് ലൈൻസ് അനുസരിച്ച്. അത് പിന്നീട് എത്രയായിട്ട് ഉയർത്തി? 4% ഉയർത്തി. അപ്പൊ ഓർത്തു വെക്കേണ്ട പോയിന്റ് എന്താണ്? നോൺ ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് under the provision of section 18 of ഏതാണ്? BR Act എന്താണ്? should maintain a sum equivalent to at least 4% of their total demand and time liability എന്ത് ചെയ്യണം? in India on day to day basis maintain ചെയ്യണം. എത്രയാണ്? 4%. മുമ്പ് എത്രയായിരുന്നു? 3% ആയിരുന്നു. ഇപ്പൊ എത്രയായിട്ട് ഉയർത്തി? 4% RBI എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്. ആർക്ക് ബാധകമായിട്ടുള്ളതാണ്? നോൺ ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്. ഓർത്തു വെച്ചേക്കണം എത്രയാണ്? 4%. അവരുടെ എന്തിന്റെയാണ്? ടോട്ടൽ
ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി. ഓക്കെ, അപ്പൊ അത് നമ്മുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നിലവിൽ എത്രയാണ്? 4%. അത് RBI സമയാസമയങ്ങളിൽ എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിന്റെ ആൻസർ നമുക്ക് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴത്തെയാണ് ഞാൻ പറഞ്ഞത് എത്ര? 4%. കേട്ടോ, കറണ്ട് ആണ് എത്രയാ പറഞ്ഞത്? 4%. ഓക്കെ, പിന്നീട് ഇത് മാറാം, ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ 4 തന്നെയല്ലേ, അന്ന് സാറ് പഠിപ്പിച്ച് 4 അല്ലേ, ഇപ്പോൾ ഇത്രയല്ലേ എന്നുള്ളൊരു ഡൗട്ട് വരാൻ പാടില്ല. ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാര്യം ഇപ്പോൾ നിലവിലെ എത്രയാണ്? 4% നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ പഠിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് കമ്മിറ്റീസ് റിലേറ്റഡ് ടു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റീസ് ഏതൊക്കെയാണ്? ഓക്കെ, കഴിയാവുന്ന കമ്മിറ്റികളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റീസ്, അതിൽ ഒന്നാമത്തത് മാക്ലഗാൻ കമ്മിറ്റിയാണ്. മാക്ലഗാൻ കമ്മിറ്റി. ഓക്കെ, നമ്മൾ പറയുന്നുണ്ട് ഡാഷ് കമ്മിറ്റി കണ്ടെയ്ൻ ദ സീഡ് ഫോർ ഫോർമേഷൻ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിത്ത് അല്ലെങ്കിൽ അതിന്റെ സീഡ് ഉൾപ്പെട്ടിട്ടുള്ള കമ്മിറ്റി റിപ്പോർട്ട് ഏതാന്ന് ചോദിച്ചാൽ അത് മാക്ലഗാൻ കമ്മിറ്റിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് റെക്കമെൻഡ് ചെയ്തത് ഏത് കമ്മിറ്റിയാണ്? മാക്ലഗാൻ കമ്മിറ്റിയാണ്. അത് ഓർത്തു വെച്ചേക്കണം, മാക്ലഗാൻ കമ്മിറ്റി. ഓക്കെ, പറയുന്നുണ്ട് മാക്ലഗാൻ കമ്മിറ്റി റെക്കമെൻഡഡ് ദ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ ഫസ്റ്റ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് റെക്കമെൻഡ് ചെയ്തത് ആരാണ്? മാക്ലഗാൻ കമ്മിറ്റിയാണ്. മാക്ലഗാൻ കമ്മിറ്റിയാണ്. ഓക്കെ, ഇതിന്റെ പിന്നീട് വരുന്ന കമ്മിറ്റികൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുവാണ്. അവരെന്താ പറഞ്ഞത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട്? ശ്രദ്ധിക്കണം. ദ ഇന്ത്യൻ സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി. ദ ഇന്ത്യൻ സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി 1931. ദ ഇന്ത്യൻ സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി 1931 പറഞ്ഞു. എന്ത് പറഞ്ഞു? ഫെൽറ്റ് ദാറ്റ് urban banks have a duty to help. Urban banks have a duty to help small business and middle class people. ചെറുകിട ബിസിനസ്സുകളെയും മിഡിൽ ക്ലാസ് പീപ്പിളിനെയും സഹായിക്കാനുള്ള ഒരു ഡ്യൂട്ടി, ഒരു കടമ ആർക്കുണ്ട്? അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനുണ്ട് എന്ന് ആര് പറഞ്ഞു? ദ ഇന്ത്യൻ സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി 1931 പറഞ്ഞു. എന്താണ് പറഞ്ഞത്? Urban banks have a duty to help the small business and middle class people. ആര് പറഞ്ഞതാണിത്? The Indian Central Banking Enquiry Committee. Then രണ്ടാമത്തെ കമ്മിറ്റി പറയുന്നത് the Mehta Bhansali Committee. Mehta Bhansali Committee. Mehta Bhansali Committee. Mehta Bhansali Committee 1939 എന്ത് പറഞ്ഞു? Recommended that those societies which had fulfilled the criteria of banking should be allowed to work as banks and recommended an association for these banks. എന്താണ്? ബാങ്കിങ് ഫെസിലിറ്റി അല്ലെങ്കിൽ ബാങ്കിങ് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിട്ടുള്ള സൊസൈറ്റികളെ അലൗഡ് ടു വർക്ക് ആസ് ബാങ്ക്, അവരെ ബാങ്കായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കണം. ദെൻ അവരുടെ ഒരു അസോസിയേഷനും രൂപീകരിക്കണം. എന്താണ്? ബാങ്കിങ് സേവനങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഉള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കോപ്പറേറ്റീവ് ബാങ്കായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കണം, അവരുടെ അസോസിയേഷനും രൂപീകരിക്കണം എന്ന് ആരാ റെക്കമെൻഡ് ചെയ്തത്? ദ മെഹ്ത ബൻസാലി കമ്മിറ്റി. ഏത് വർഷം? 1939. ദെൻ പിന്നീട് 1946 ഏത് കമ്മിറ്റിയാ? കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ഹെഡഡ് ബൈ RG Swaraya. എന്ന് പറഞ്ഞു? അർബൻ ബാങ്ക്സ് ഹാവ് ബീൻ ദ ബെസ്റ്റ് ഏജൻസീസ്. എന്താണ് പറഞ്ഞത്? ദ അർബൻ ബാങ്ക്സ് ഹാവ് ബീൻ ദ ബെസ്റ്റ് ഏജൻസീസ് ഫോർ സ്മോൾ പീപ്പിൾ ഇൻ ഹൂം ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക്സ് ആർ നോട്ട് ജനറലി ഇൻട്രസ്റ്റഡ്. അതായത് ചെറുകിട മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ജോയിന്റ് സ്റ്റോക്ക് ബാങ്കിന് താല്പര്യമില്ല, അവർക്ക് വായ്പ കൊടുക്കാൻ. ഈ മേഖലയിൽ ആർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും? അർബൻ ബാങ്ക്സിന് ഒരു നല്ല ഏജൻസി ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും. അതായത് ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക്സുകൾ നെഗ്ലക്ട് ചെയ്ത, അവഗണിച്ച സ്മോൾ ബിസിനസ് പീപ്പിളിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ അർബൻ ബാങ്ക്സിന് സാധിക്കും. ആ ഒരു ബെസ്റ്റ് ഏജൻസി ആയിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് റെക്കമെൻഡ് ചെയ്ത ആരാണ്? കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയാണ്. 1946, 45, 46 നമുക്കറിയാതെ.
ഓക്കെ, ദെൻ അവരെന്താ പറഞ്ഞത്? സ്മോൾ പീപ്പിളിന് ഒരു ബെസ്റ്റ് ഏജൻസി ആയിട്ട് പ്രവർത്തിക്കാൻ ആർക്ക് സാധിക്കും? അർബൻ ബാങ്ക്സിന് സാധിക്കും. ആര് നെഗ്ലക്ട് ചെയ്ത? ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക്സുകൾ നെഗ്ലക്ട് ചെയ്ത. ദെൻ 1950 ദ റൂറൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി എന്താണ്? 1950 റൂറൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി എന്ത് പറഞ്ഞു? ഇംപ്രസ്ഡ് ബൈ ദ ലോ കോസ്റ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ഓപ്പറേഷൻസ് recommended the establishment of such banks even in places smaller than taluk and towns. അതായത് താലൂക്കിനേക്കാളും ടൗണുകളിലേക്കാളും ചെറിയ മേഖലകളിലും ഈ പറഞ്ഞ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ട് ആര് റെക്കമെൻഡ് ചെയ്തു? റൂറൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി. അതായത് ടൗണിനേക്കാളും അതേപോലെ തന്നെ താലൂക്കിനേക്കാളും ചെറിയ ഏരിയയിലും അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആരംഭിക്കണം. എന്തുകൊണ്ടാണ് അവർ റെക്കമെൻഡേഷൻ കൊടുത്തതെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ലോ കോസ്റ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ഓപ്പറേഷൻസ്. അതായത് ഇവിടെ പ്രവർത്തനത്തിനുള്ള ചെലവ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടൗൺ ഏരിയയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ താലൂക്കും ബേസ് ചെയ്ത് തന്നെ വേണം എന്നുള്ള ക്രൈറ്റീരിയ ഒഴിവാക്കി അതിനേക്കാൾ ചെറിയ ഏരിയയിലും എന്താരംഭിക്കാം? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആരംഭിക്കണം എന്ന റെക്കമെൻഡേഷൻ ആര് കൊടുത്തു? ദ റൂറൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി 1950 നൽകി. ഓക്കെ, ദെൻ അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ സ്റ്റഡി ആദ്യമായിട്ട് നടത്തിയത് 1958-59 ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റഡി ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് വാസ് ടേക്കൺ അപ്പ് ബൈ RBI എന്നാണ്? ഇൻ ദ ഇയർ 1958 1959. അതിന്റെ റിപ്പോർട്ട് കൊടുത്തത് 1961. അപ്പൊ RBI ആദ്യമായിട്ട് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് പഠിച്ചത് 1958 1959. അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1961. എന്താണ് റിപ്പോർട്ട് പറഞ്ഞത്? വൈഡ് സ്പ്രെഡ് ആൻഡ് ഫിനാൻഷ്യലി സൗണ്ട് ഫ്രെയിംവർക്ക് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് emphasized the need to establish primary urban cooperative banks in new centers and suggested that state government lend active support to their development. എന്താണ്? പുതിയ മേഖലകളിൽ പുതിയ ഏരിയയിൽ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് ആരംഭിക്കണം. അതായത് പുതിയ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് ആരംഭിക്കണം. അതുമാത്രമല്ല അതാത് സംസ്ഥാന ഗവൺമെന്റുകൾ ഇങ്ങനെ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് ആരംഭിക്കുന്നതിന് എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം എന്ന റെക്കമെൻഡേഷൻ ആണ് ആര് നൽകിയത്? RBI 1961 റിപ്പോർട്ടിൽ അത് പറഞ്ഞു. എന്താ പറഞ്ഞത്? അക്നോളജ്ഡ് ദ വൈഡ് സ്പ്രെഡ് ആൻഡ് ഫിനാൻഷ്യലി സൗണ്ട് ഫ്രെയിംവർക്ക് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, എംഫസൈസ്ഡ് ദ നീഡ് ടു എസ്റ്റാബ്ലിഷ് പ്രൈമറി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ന്യൂ സെന്റർ. പുതിയ സെന്ററുകൾ ആരംഭിക്കുക, പുതിയ മേഖലയിൽ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് ആരംഭിക്കണം. ഓക്കെ, ആൻഡ് സജസ്റ്റഡ് ദാറ്റ് എന്ത് പറഞ്ഞു? സ്റ്റേറ്റ് ഗവൺമെന്റ് ലെൻഡ് ആക്റ്റീവ് സപ്പോർട്ട് ടു ദ ഡെവലപ്മെന്റ്. അവരുടെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ആര് കൊടുക്കണം? സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കണം എന്നാണ് ആര് പറഞ്ഞത്? RBI ആദ്യമായിട്ടൊരു പഠനം നടത്തി 61 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോഴത്തേക്കും. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നുണ്ട് ഇൻ 1963 1963 വാർഡേ കമ്മിറ്റി recommended that such bank should be organized at all urban centers with a population of 1 lakh or more and not by any single community or caste. 1 ലക്ഷം പോപ്പുലേഷനോ അതിൽ കൂടുതലോ ഉള്ള മേഖലകളിൽ എന്താരംഭിക്കണം? അർബൻ സെന്ററുകളിൽ എന്താരംഭിക്കണം? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആരംഭിക്കണം എന്ന് വാർഡേ കമ്മിറ്റി എന്ന് റെക്കമെൻഡ് ചെയ്തു 1963. In 1963 Warde Committee recommended that such bank should be organized at all urban center. Such banks ഏതാ? Urban Cooperative Bank with a population of എത്രയാ പറഞ്ഞത്? 1 lakh or more. 1 ലക്ഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഓക്കെ ഏരിയയിൽ അർബൻ സെന്ററിൽ എന്താരംഭിക്കണം? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആരംഭിക്കണം എന്ന് ആരെ റെക്കമെൻഡ് ചെയ്തത്? വാർഡേ കമ്മിറ്റി. വാർഡേ കമ്മിറ്റി 1963 റെക്കമെൻഡ് ചെയ്തു. ഓക്കെ, അവിടെ പറഞ്ഞു ദ മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ് ആൻഡ് ദ ക്രൈറ്റീരിയ ഓഫ് പോപ്പുലേഷൻ ഫോർ ഡിഫൈനിങ് ദ അർബൻ സെന്റർ വെയർ UCBs വെയർ ഇൻകോർപ്പറേറ്റഡ്. അപ്പൊ ഇവരുടെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് വാർഡേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് എന്ത് പറഞ്ഞത്?
മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്, മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ് ആൻഡ് ദ ക്രൈറ്റീരിയ ഓഫ് പോപ്പുലേഷൻ, ക്രൈറ്റീരിയ ഓഫ് പോപ്പുലേഷൻ ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്തത് ആരുടെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ്? വാർഡേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ്. മിനിമം ക്യാപിറ്റൽ എത്രയാ പറഞ്ഞത്? മിനിമം ക്യാപിറ്റൽ എത്രയാ? മിനിമം എത്രയാ? റുപ്പീസ് 1 lakh. മിനിമം റുപ്പീസ് 1 lakh. പോപ്പുലേഷൻ എത്രയാ പറഞ്ഞത്? 1 lakh or more. അപ്പൊ അവിടെ അങ്ങനെയുള്ള അർബൻ സെന്ററുകളിൽ എന്താരംഭിക്കണം? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആരംഭിക്കണമെന്ന് വാർഡേ കമ്മിറ്റി 1963 റെക്കമെൻഡ് ചെയ്തു. ഇനി നമ്മൾ കേട്ടിട്ടുള്ള കമ്മിറ്റികൾ ഇനിയാ വരുന്നത്. ഒന്ന് മാധവദാസ് കമ്മിറ്റി. മാധവദാസ് കമ്മിറ്റി 1978-79 കാലയളവ്. ഓക്കെ, ദെൻ അവരെന്താ ചെയ്തത്? ഇവാലുവേറ്റഡ് ദ റോൾ പ്ലേഡ് ബൈ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. നമ്മുടെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ റോളിനെ കുറിച്ച് പഠിച്ചത്, അതായത് ക്രെഡിറ്റ് മേഖലയിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ റോള്, ആൻഡ് റെക്കമെൻഡഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സച്ച് ബാങ്ക്സ് ഇൻ ബാക്ക്വേർഡ് ഏരിയാസ് ആൻഡ് പ്രിസ്ക്രൈബിംഗ് വയബിലിറ്റി സ്റ്റാൻഡേർഡ്സ്. വയബിലിറ്റി സ്റ്റാൻഡേർഡ്, അതായത് ബാങ്കോ ബാങ്കറോ ബാങ്കിങ് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ചില സ്റ്റാൻഡേർഡുകളൊക്കെ നൽകിയത് ആരാണ്? മാധവദാസ് കമ്മിറ്റിയാണ്. RBI ആണ് അപ്പോയിന്റ് ചെയ്തത് 1978-79 മാധവദാസ് കമ്മിറ്റി. ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് മാധവദാസ് കമ്മിറ്റി. കമ്മിറ്റി ഓൺ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് 1979. ഓക്കെ, മറ്റൊരു കമ്മിറ്റിയാണ് മറാത്തെ കമ്മിറ്റി. മറാത്തെ കമ്മിറ്റി അതിവിടെ ഞാൻ പറഞ്ഞില്ല. മറാത്തെ കമ്മിറ്റി അതും ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ഇത് മറാത്തെ കമ്മിറ്റി. മറാത്തെ കമ്മിറ്റിയും അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. ദെൻ മറ്റൊരു കമ്മിറ്റിയാണ് മാധവ റാവു കമ്മിറ്റി. ഓർത്തു വെച്ചാൽ മാധവദാസും ഉണ്ട്, മാധവ റാവു കമ്മിറ്റി. ഏത് വർഷം? 1999. മാധവറാവു കമ്മിറ്റി ഏത് വർഷമാണ്? 1999. അവരെന്താ പറഞ്ഞത്? റിവ്യൂ ദ പെർഫോമൻസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അവരെന്താ ചെയ്തത്? റിവ്യൂ ദ പെർഫോമൻസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പെർഫോമൻസ് റിവ്യൂ നടത്തി. ദെൻ ഫോക്കസ്ഡ് ഓൺ കൺസോളിഡേഷൻ, കൺട്രോൾ ഓഫ് സിക്നസ്, ബെറ്റർ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഇൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അവരെന്തിലാ ഫോക്കസ് ചെയ്തത്? പ്രൊഫഷണലിസം കൊണ്ടുവരണം. ദെൻ അതുപോലെ തന്നെ സിക്നസ് കഴിയാവുന്ന ഒഴിവാക്കണം, അങ്ങനെയുള്ള മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത കമ്മിറ്റിയാണ് ഏത്? മാധവറാവു കമ്മിറ്റി. അതും അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. എവിടെയാവും അവർ ഫോക്കസ് ചെയ്തത്? റിവ്യൂ ദ പെർഫോമൻസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, ഫോക്കസ്ഡ് ഓൺ കൺസോളിഡേഷൻ, കൺട്രോൾ ഓഫ് സിക്നസ്, ബെറ്റർ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഇൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് കൊണ്ടുവന്നത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ്? മാധവറാവു കമ്മിറ്റിയാണ്. മാധവറാവു കമ്മിറ്റി. ഏത് വർഷം? 1999. ഓക്കെ, അപ്പൊ ഇത്രയും കമ്മിറ്റികളാണ് പ്രധാനമായിട്ടും അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതിൽ നമ്മൾ അറിയാവുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് ഒന്ന് മക്ലഗാൻ കമ്മിറ്റിയാണ്. ദ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടെയ്ൻ ദ സീഡ് ഫോർ ഫോർമേഷൻ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. മക്ലഗാൻ കമ്മിറ്റിയാണ്, ഓർത്തു വെച്ചേക്കണം. അതുപോലെ തന്നെ മാധവദാസ് കമ്മിറ്റി, അതായത് ബാങ്കോ ബാങ്കറോ ബാങ്കിങ് എന്ന് പറയുന്ന ടേം അവരുടെ പേരിനോട് കൂടി ഉപയോഗിക്കാൻ പാടില്ല, വിത്തൗട്ട് ഒബ്റ്റൈനിങ് ദ ലൈസൻസ് ഫ്രം RBI. ഇങ്ങനെയുള്ള കുറെ സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ് ചെയ്തത് മാധവദാസ് കമ്മിറ്റിയാണ് 1978-79. മാധവറാവു കമ്മിറ്റി 1999. മറാത്തെ കമ്മിറ്റി. ഓക്കെ, ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റികളാണ്. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഏതാണ് ഏരിയ? എന്താണ് ഏരിയ? സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. റീസെന്റ് ആയിട്ടുള്ള പരീക്ഷകളിൽ പലപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ഏരിയയാണ് സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ആദ്യം തന്നെ പറയുന്നുണ്ട് എന്താണ് ഈ സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ എന്താന്ന് പറയാം? എന്താണ് സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ? റെഫേഴ്സ് ടു അസറ്റ് ക്ലാസിഫിക്കേഷൻ എങ്ങനെ? ഡൗൺഗ്രേഡിംഗ് അല്ലെങ്കിൽ അപ്ഗ്രേഡിംഗ് carried out by computerized system of a bank in an automated manner on an ongoing basis based on the relevant instructions or guidelines of RBI. RBI സമയാസമയങ്ങളിൽ
നൽകുന്ന ഗൈഡ് ലൈൻസ് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ അസറ്റ് ഒന്നെങ്കിൽ ഡൗൺഗ്രേഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുകയോ എങ്ങനെ ആര് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം എങ്ങനെ ഇൻ ആൻ ഓട്ടോമേറ്റഡ് മാനർ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും. ഇതിനെയാണ് എന്തായിട്ട് വിളിക്കുന്നത് സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ. ഇതിനുള്ള നിർദ്ദേശം ആരാ കൊടുക്കുന്നത് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നൽകുന്നത്. അപ്പൊ എന്താ പറഞ്ഞത് സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ റെഫേഴ്സ് ടു അസറ്റ് ക്ലാസിഫിക്കേഷൻ എന്താണ് ഡൗൺഗ്രേഡിംഗ് ആൻഡ് അപ്ഗ്രേഡിംഗ് carried out by computerized systems of a bank എങ്ങനെ in an automated manner on an ongoing basis based on the relevant instructions or guidelines of ആരുടെയാണ് RBI. ഇതിനെയാണ് എന്തായിട്ട് വിളിക്കുന്നത് സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, ദെൻ ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം പറയുന്നുണ്ട്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ എന്താണ് ഈസ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ട്രാൻസ്പെറൻസി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ അസറ്റ് ക്ലാസിഫിക്കേഷൻ പ്രോസസ്. എന്താണ് ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ അസറ്റ് ക്ലാസിഫൈ ചെയ്യുന്ന ആ പ്രോസസ്സിൽ എന്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എഫിഷ്യൻസി കാര്യക്ഷമത ട്രാൻസ്പെറൻസി സുതാര്യത ആൻഡ് ഇന്റഗ്രിറ്റി ഇത് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് RBI നിർദ്ദേശം അനുസരിച്ച് സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പൊ എന്താന്ന് പിടിയിട്ട് കാണും സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ആ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡൗൺഗ്രേഡിംഗ് ആവാം അല്ലെങ്കിൽ അപ്ഗ്രേഡിംഗ് ആവാം. അത് ഓട്ടോമേറ്റഡ് പ്രോസസ് ആണ്, കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ് നടത്തുന്നത്. ആര് നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് അതൊരു ഓൺഗോയിങ് പ്രോസസ് ആണ്. ഓക്കെ, ഉദ്ദേശം എന്താണ് ടു ബ്രിങ് അസറ്റ് ക്ലാസിഫിക്കേഷൻ എന്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് എഫിഷ്യൻസി ട്രാൻസ്പെറൻസി ആൻഡ് ഇന്റഗ്രിറ്റി ഇത് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ആര് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിന് ചില നിർദ്ദേശങ്ങളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകി. അതാണ് നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത്. നോക്കിക്കേ, ആ രണ്ട് നിർദ്ദേശമാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അതിൽ പറയുന്ന നോക്കിക്കേ ദ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിങ് ദ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഹാവിംഗ് ശ്രദ്ധിക്കണം the total asset of rupees 2000 crore 2000 കോടിയോ അതിന് മുകളിലോ ടോട്ടൽ അസറ്റ് ഉള്ള അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഏത് ഡേറ്റ് വെച്ചിട്ട് ആസ് ഓൺ 31 മാർച്ച് 2020 അതായത് ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ 31 മാർച്ച് 2020 കണക്കനുസരിച്ച് അവർക്ക് 2000 കോടിയോ അതിന് മുകളിലോ അസറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഷാൾ ഇംപ്ലിമെന്റ് സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ വിത്ത് എഫക്ട് ഫ്രം ജൂൺ 30, 2021. ഈ ഡേറ്റ് ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ, ഈ ഡേറ്റ് ആണ് ഇമ്പോർട്ടന്റ്. ജൂൺ 30, 2021 മുതൽ സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ഇതാണ് RBI നിർദ്ദേശം. ആ ഡേറ്റ് ആണ് ഇമ്പോർട്ടന്റ്. ജൂൺ 30, 2021. ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. എന്താണ് പറഞ്ഞത് 2000 crore or above 2000 crore or above 2000 കോടിയോ അതിന് മുകളിലോ അസറ്റ് ഉണ്ടെങ്കിൽ ഡേറ്റ് ഏതാണ് ജൂൺ 30, 2021 സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം. നോക്കിക്കേ ജൂൺ 30, 2021 21 ആണ് 20 അല്ല. ജൂൺ 30, 2021 മുതൽ സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം. അതാണ് ഒരു നിർദ്ദേശം. 2000 കോടിയോ അതിനു മുകളിലോ ടോട്ടൽ അസറ്റ് ഉണ്ടെങ്കിൽ ഏത് ഡേറ്റ് വെച്ചിട്ട് 31 മാർച്ച് 2020 31 മാർച്ച് 2020 2000 കോടിയോ അതിനു മുകളിലോ അസറ്റ് ഉണ്ടെങ്കിൽ അവര് ജൂൺ 30, 2021 സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം. അതാണ് ഒരു കണ്ടീഷൻ. നോക്കിക്കേ, അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് അടുത്ത് പറഞ്ഞത് കോടി രൂപയിൽ കൂടുതൽ ടോട്ടൽ അസറ്റ്, പക്ഷേ ലെസ് ദാൻ 2000 കോടിയാണ്. 2000 കോടിയിൽ താഴെയാണെങ്കിൽ ഏത് ഡേറ്റ് വെച്ചിട്ട് ആസ് ഓൺ 31 മാർച്ച് 2020
31 മാർച്ച് 2020 അനുസരിച്ച് ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 1000 കോടിയിൽ കൂടുതൽ 2000 കോടിയിൽ താഴെയാണെങ്കിൽ എന്ത് ചെയ്യണം? അവരെ സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം വിത്ത് എഫക്ട് ഫ്രം സെപ്റ്റംബർ 30, 2021. സെപ്റ്റംബർ 30, 2021 മുതൽ. ഇത് പലവട്ടം ഈ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 30, 2021 മുതൽ എന്ത് ചെയ്യണം? സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് സമപ്പ് ചെയ്തോട്ടെ. ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ടോട്ടൽ അസറ്റ് ആസ് ഓൺ 31/3/2020 വെച്ചിട്ട് ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 2000 കോടിയോ അതിന് മുകളിലാണെങ്കിൽ സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ജൂൺ 30, 2021 മുതൽ. 1000 കോടിയിൽ കൂടുതൽ 2000 കോടിയിൽ താഴെയാണെങ്കിൽ സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് സെപ്റ്റംബർ 30, 2021 അനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ? സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതൊക്കെയാണ്. ഓർത്തു വെക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തത് മക്ലഗാൻ കമ്മിറ്റിയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി 1889 ബറോഡയിലാണ് ഫോം ചെയ്തത്. എന്താണ് അതിന്റെ പേര്? അന്യോന്യ സഹകാരി മണ്ഡലി. ആഡ് ലീഡർഷിപ്പിലെ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് വിത്തൽ ലക്ഷ്മൺ കവുദേക്കർ അല്ലെങ്കിൽ ബൗ സാഹേബ് കവുദേക്കർ എന്നറിയപ്പെടും. ലോകത്തിൽ ആദ്യമായിട്ട് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എവിടെയാണ് ആരംഭിച്ചത്? ജർമ്മനിയിലാണ്. ആരാണ് ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്? ഹെർമൻ ഷൂൾസ് അല്ലെങ്കിൽ ഷൂൾസ് ഡെലിക്സ് ആണ് ഇതിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്. ദെൻ ഇറ്റലിയിൽ ആരാ ആരംഭിച്ചത്? ലൂയിഗി ലിസാറ്റിയാണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് ഡുവൽ കൺട്രോൾ ആണ്. RBI കൺട്രോളും ഉണ്ട്. അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കൺട്രോളും ഉണ്ട്. RBI കൺട്രോൾ വന്നത് 1 മാർച്ച് 1966 മുതലാണ്. മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 1 lakh rupees ഉള്ള അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെയാണ് ഏതിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നത്? BR ആക്ടിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നത്. ദെൻ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് BR ആക്ടിൽ പറയുന്നത് ഏതിനെയാണ്? അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെയാണ് പറയുന്നത്. ദെൻ ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ 1000 കോടിക്ക് മുകളിൽ 2000 കോടിക്ക് താഴെയാണ് ടോട്ടൽ അസറ്റ് ആസ് ഓൺ 31 മാർച്ച് 2020 എങ്കിൽ സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് സെപ്റ്റംബർ 30, 2021 ദെൻ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 2000 കോടിക്ക് മുകളിലാണെങ്കിൽ സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ജൂൺ 30, 2021 കമ്മിറ്റീസ് റിലേറ്റഡ് ടു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണ്? 1 മക്ലഗാൻ കമ്മിറ്റി, 2 മാധവദാസ് കമ്മിറ്റി, 3 മാധവ റാവു കമ്മിറ്റി, ദെൻ മറാത്തെ കമ്മിറ്റി, ദെൻ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി. ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റീസ് ആണ്. നിലവിൽ കേരളത്തിൽ 58 അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്. ഇതെല്ലാം നോൺ ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. കേരളത്തിൽ ഒറ്റ ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇല്ല. അർബൻ കോപ്പറേറ്റീവ് ബാങ്കായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ സെക്ഷൻ 22 ഓഫ് BR ആക്ട് അനുസരിച്ച് ലൈസൻസ് RBI നൽകിയിരിക്കണം. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിശ്ചയിക്കുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻസ്പെക്ഷനും സൂപ്പർവിഷനും ആർക്ക് മേലുണ്ട്? അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ മേൽ ഉണ്ടായിരിക്കും. ദെൻ ഞാൻ പറഞ്ഞു നോൺ ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. നമുക്ക് കേരളത്തിലുള്ളതെല്ലാം നോൺ ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അവര് എന്താണ്? ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയുടെ 4% CRR ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. SLR നിലവില് 25 ആയിരുന്നു. അത് 22.5 ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 22.5 ആയിട്ട് SLR റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. SLR മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെക്ഷൻ 24 ഓഫ് BR ആക്ട് അനുസരിച്ചാണ്. അപ്പൊ ഇതൊക്കെയാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ മെയിൻ സോഴ്സ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ ഡയറക്ടർമാർക്ക് ആ പദവിയിൽ പരമാവധി 8 വർഷം വരെ തുടരാനുള്ള അർഹതയുള്ളൂ. 8 വർഷം വരെ പരമാവധി അവർക്ക് അവിടെ ഇരിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ചീഫ് എക്സിക്യൂട്ടീവിനെ വിളിക്കുന്ന പേര് MD എന്നോ CEO എന്നോ ഹോൾ ടൈം ഡയറക്ടർ എന്ന് വിളിക്കും. അവരുടെ പരമാവധി കാലാവധി 15 വർഷമാണ്. അവരുടെ പരമാവധി കാലാവധി എന്ന് പറയുന്നത്. ദെൻ ഇതൊക്കെ നിശ്ചയിക്കുന്നത് സമയാസമയങ്ങളിൽ RBI കൊടുക്കുന്ന മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടാണ്. ഓക്കെ, അപ്പൊ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിക്കുന്ന പോയിന്റ്സുകളാണ് ഈ ഒരു 2 പാർട്ടുകളായിട്ട് കവർ ചെയ്തിട്ടുള്ളത്.
രണ്ട് പാർട്ടും വ്യക്തമായിട്ട് കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ദെൻ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.